നമസ്കാരം. മരണ വാർത്തകൾ എപ്പോഴും എന്നെ അസ്വസ്ഥമാക്കുന്നതാണ്. സ്വന്തം ബന്ധമൊന്നും ആവണ്ട. ചില മരണ വാർത്തകൾ കേട്ടാൽ ഞാൻ വളരെ അന്ന് ഒരു ദിവസം മുഴുവൻ ഞാൻ മൂഡ് ഓഫ് ആവും. എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ചിലപ്പോൾ സിന്ധു പൊട്ടിത്തെറിക്കും. അപ്പോൾ പറയുന്ന ഒരു സ്ഥിരം വാചകമുണ്ട്, ദൈവമേ എന്നെ അങ്ങ് വിളിച്ചൂടെന്ന്. അത് കേൾക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, ആരെ വേണോ വിളിച്ചോ, എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഭക്ഷണങ്ങളുടെ രുചി മതിയായിട്ടില്ല. ഷർട്ടുകൾ ഇട്ടിട്ട് എനിക്ക് ആഗ്രഹം തീർന്നിട്ടില്ല. ഞാനിവിടെ തന്നെ കുറേ കാലം കാണും എന്ന് മറുപടി പറയും. എന്നെ പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ അങ്ങ് സൂഹിക്കണ്ട, ഞാനും പോണില്ല എന്നാവും സിന്ധുവിൻ്റെ മറുപടി. ഇത് സ്ഥിരം പരിപാടിയാണ്. അത് ശരി, അങ്ങനെ സൂഹിക്കണ്ടേ, എന്നെ പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ സൂഹിക്കണ്ട, എന്നാൽ ഞാനും പോണില്ല എന്ന് പറയാം. അവിടെ ആ ചാപ്റ്റർ അവസാനിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ പണികളും കഴിഞ്ഞ് രാത്രി 2-2:15 ഞാൻ കിടക്കാൻ പോകുന്നത്. കിടക്കും മുമ്പ് ഞാൻ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഏതോ ഒരു അദൃശ്യ ശക്തിയോട് ഞാൻ മനസ്സിരുത്തി പ്രാർത്ഥിക്കുന്നത്, മനോഹരമായ ഒരു ദിവസം കൂടി ജീവിതം നീട്ടിത്തന്നതിന് നന്ദി എന്നാണ്. അത്രയും പറഞ്ഞിട്ടേ ഞാൻ കിടക്കൂ. പിന്നെയാണ് തലച്ചോറിൻ്റെ എക്സസൈസിനായി സിന്ധുവിൻ്റെ ഫോണിൽ ഒരു ഗെയിം കളിക്കും. ഞാൻ ഒരു 10-15 മിനിറ്റ് ഗെയിം കളിക്കുമ്പോൾ തലച്ചോറ് തന്നെ സിഗ്നൽ തരും, മതി, ക്ഷീണിച്ചു, ഉറങ്ങാമെന്ന്. ഫോൺ അടച്ചു വച്ച് ഉറങ്ങാൻ കിടന്നാൽ ഫ്രണ്ട്സ് സിനിമയിലെ ലാസർ ഇളയപ്പനെ പോലെ, ജഗതി ചെയ്ത മനോഹരമായൊരു വേഷമാണല്ലോ, ആ ലാസർ ഇളയപ്പനെ പോലെ എല്ലാം മറന്നൊരൊറ്റ ഉറക്കമാണ്. സകല കാര്യങ്ങളും അന്നത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ മറക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് ആരോടും പകയില്ലാത്തത്, ആരോടും ദേഷ്യമില്ലാത്തത്. ഇന്ന് നടക്കുന്നതിന് മറുപടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതോടുകൂടി അതങ്ങ് മാഞ്ഞു പോകും മനസ്സിൽ നിന്ന്. അതെൻ്റെ ഒരു ഗുണമാണോ ദോഷമാണോ നിങ്ങൾ തീരുമാനിച്ചോ. പിന്നെ ഞാൻ ഉണരുന്നത് രാവിലെ 8 മണിക്ക് വെച്ചിരിക്കുന്ന അലാറം കേട്ടിട്ടാണ്. ഞാൻ 8 മണിക്ക് എണീക്കും. 8 മണിക്ക് സിന്ധുവിൻ്റെ ഫോണിലൊരു അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഭക്തിഗാനം കേൾക്കും. ആ പാട്ട് തീരുന്നത് ഞാൻ കട്ട് ചെയ്തിട്ട് എണീറ്റ് പോകും. AC ഒക്കെ ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. അപ്പോഴും ഈ ലോകത്തൊന്നും അറിയാതെ സിന്ധു ഉറങ്ങിയായിരിക്കും. സിന്ധുവിൻ്റെ ഒരു കുഴപ്പം, സ്വയം ഉറങ്ങി മതിയായി ഉണരണം, അല്ലെങ്കിൽ അന്ന് മുഴുവൻ തലവേദനയായിരിക്കും. അതുകൊണ്ട് ഞാൻ ശല്യപ്പെടുത്തേയില്ല. മുണ്ടോതെ ശബ്ദം ഉണ്ടാക്കാതെ വാതിൽ തുറന്ന് പോയി പാല്, ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് എനിക്ക് കുടിക്കാനുള്ള 1 ലിറ്റർ വെള്ളം തലേ ദിവസം എടുത്ത് വെച്ചേക്കും. ആ വെള്ളം എടുത്തിട്ട് ഞാൻ അങ്ങ് മോളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വിളിക്കേയില്ല. പിന്നെ ഇഷ്ടം മതിയായി, ഉറക്കം മതിയായി സിന്ധു എണീറ്റ് ചായ ഇട്ട് വെച്ചിട്ട് എന്നെ ബെല്ലടിക്കുമ്പോഴാണ് ഞാൻ മോളിൽ നിന്ന് ഇറങ്ങി വരണേ. അതാണ് എൻ്റെ സിഗ്നൽ. അതുപോലെ മരണം ഒരു വല്ലാത്ത പ്രതിഭാസമാണ്. പ്രായം ഓർക്കാതെ കിളവൻ ആക്റ്റീവ് ഓടിക്കുന്നത് വളരെ സ്പീഡിലാണെന്ന് അച്ചു എപ്പോഴും സിന്ധുവിനോട് പരാതി പറയും. അച്ഛൻ പ്രായം ഓർക്കുന്നില്ലെന്നേ, എന്താ പോണ പോക്ക് എന്നാണ് പറയണേ. ഞാനാണെങ്കിൽ ഓവർ സ്പീഡുകാരനുമല്ല. കാരണം എതിരെ വരുന്ന വണ്ടിയിലോ അല്ലെങ്കിൽ എൻ്റെ ആക്റ്റീവയുടെ പിറകിലോ വരുന്ന വണ്ടിയിലോ കാലൻ പതിയിരിപ്പുണ്ട് എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓവർ സ്പീഡിൽ പോവുകയോ ഒരാളെ വാഹനം ഓടിച്ച് മത്സരിച്ച് ഓവർടേക്ക് ചെയ്ത് കയറുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. കാരണം മരണത്തെ ഭയത്തോടെ ബഹുമാനത്തോടെ കാണുന്നവനാണ് ഞാൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് മരണത്തെ ഭയവുമാണ് ബഹുമാനവുമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വഴി ഉണ്ടാക്കി വയ്ക്കില്ല. സമയമാകുമ്പോൾ അവർ വിളിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ള ആളാണ്. പക്ഷേ അച്ചു പറയുന്നത് ഞാൻ ഭയങ്കര ഓവർ സ്പീഡെന്നാണ് പറയണേ. പറഞ്ഞ് എവിടെ പോകുന്നു എന്നാവും എന്നെ വിളിക്കുന്ന, അല്ലെ എൻ്റെ ഈ പ്രോഗ്രാം കാണുന്നവർ ചിന്തിക്കുന്നത്. എന്നെ വിളിക്കുന്ന അനവധി പേരിൽ ഒരു യുവാവാണ് തിരുവല്ലം മടത്ത് നടയിലുള്ള ഹരികൃഷ്ണൻ. ഹരി തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഭീമ ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ പ്രോഗ്രാമുകളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഹരിയും അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അനുജത്തി ദർശന
ഭർത്താവ് ബിജുവിൻ്റെ വട്ടിയൂർക്കാവിലെ വീട്ടിലാണ് താമസിക്കുന്നത്. ഹരി ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ കാണുമ്പോൾ ടി വിയിലെ വലിയ സ്ക്രീനിലാണ് കാണുന്നത്. ടി വിയിൽ അമ്മ രമണി കൂടെ കൂടും. ഇടയ്ക്കിടെ ഹരിയോട് അമ്മ പറയും, ശാന്തിപിള്ളയുടെ പുതിയ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വയ്ക്കടാന്ന്. ടി വിയിൽ ഹരി വച്ചു കൊടുക്കും. ഹരി ഇടയ്ക്കിടെ എന്നെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസവും അവർ ഫോൺ വാങ്ങിയിട്ടില്ല. എന്തോ അവർക്ക് എന്നെ ഒരു പേടിയാണ്. ദേഷ്യപ്പെട്ടാലോ, നമ്മൾ ദേഷ്യപ്പെടില്ല എന്ന് നമുക്കല്ലേ അറിയാവൂ. എന്നാൽ എൻ്റെ കടുത്ത ആരാധികയുമാണ്. അസുഖങ്ങളൊന്നും വലുതായിട്ടില്ലാത്ത ഹരിയുടെ അമ്മ ഇക്കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ കാർഡിയാക് അറസ്റ്റിൻ്റെ രൂപത്തിൽ കാലം വന്ന് വിളിച്ചോണ്ട് പോയി. 66 വയസ്സേ ആയുള്ളൂ. നല്ല ആരോഗ്യവതിയായിരുന്നു. അടക്കമെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഹരി എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. ഷൂട്ടിൻ്റെയും വേറെ ചില തിരക്കിൻ്റെയും പിറ്റേന്ന് ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രയുടെയും ഓട്ടത്തിലായിരുന്നു ഹരി വിളിക്കുമ്പോൾ ഞാൻ. എന്നിട്ടും ഞാൻ ഹരിയുടെ വീട്ടിൽ ഓടിച്ചെന്നു. ഹരിയെയും അച്ഛൻ മനോഹരൻ നായരെയും അനുജത്തി ദർശനയെയും ഭർത്താവ് ബിജുവിനെയും ഒക്കെ കണ്ടു. ഒരുപാട് നേരം സംസാരിച്ചു. 4 പേർക്കും ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ കാണുന്ന ആസ്വദിക്കുന്ന അമ്മയെപ്പറ്റി മാത്രമേ പറയാനുള്ളൂ. എനിക്കത് കേട്ടോണ്ടിരുന്നപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, അവരുടെ ഓരോ വാക്കുകൾ. ആ അച്ഛൻ സംസാരിച്ചു എന്നോട്. അദ്ദേഹം പറയുന്നു, അല്പസമയം കിട്ടിയാൽ താങ്കളുടെ ചാനൽ കാണും, താങ്കൾ പറയുന്നതിൽ ശരിയുണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ലാത്ത അകാലത്തിൽ ഈ ലോകം വിട്ടുപോയ, മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയായി കരുതുന്ന ഹരികൃഷ്ണൻ്റെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇന്നലെയായിട്ടായിരുന്നു സഞ്ചയനം. അപ്പോഴും ഞാൻ ഇവിടെ ഇല്ല, ചങ്ങനാശ്ശേരിയില്ല. അല്ലെങ്കിൽ ഞാൻ പോയേനെ. ചേട്ടൻ വരുമോ എന്നെൻ്റെ ഹരി ചോദിച്ചു. ആ ചേച്ചിയുടെ ആത്മാവിന് ഹൃദയം തൊട്ട് തന്നെ ആത്മാഞ്ജലി നേരുന്നു. നന്ദി, നമസ്കാരം.